കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 36. രചന ശാലിനി എ. ഉച്ച കഴിഞ്ഞ് 2 മണി കഴിഞ്ഞിട്ടും നദിയെ കാണാതായപ്പോൾ ഇന്നിനി വരില്ലെന്ന് തന്നെ കരുതി നിർമ്മല. അല്ലെങ്കിലും ആ കുട്ടി വന്നാലും വന്നില്ലെങ്കിലും അതൊന്നും തൻ്റെ ജോലിയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. വെറുതെ ശമ്പളം കൊടുത്താൽ വാങ്ങില്ല എന്ന് അറിയുന്നത് കൊണ്ട് അസിസ്റ്റൻ്റ് മാനേജറുടെ അസിസ്റ്റൻ്റ് എന്ന തസ്തിക ഉണ്ടാക്കി കൊടുത്തു. അല്ലാതെ ഇതിലൊന്നും തൻ്റെ ജോലിഭാരം കുറയാൻ പോകുന്നില്ല. അതിന് താൻ തന്നെ പണിയെടുക്കണം. ഓരോന്നും ചിന്തിച്ച് നിർമ്മല സുകുമാരൻ ലാപ്പിൽ തൻ്റെ വർക്ക് തുടർന്നു. ഇന്ന് സൈൻ ചെയ്യിക്കേണ്ട ഫയലുകൾ ഒത്തിരിയുണ്ട്. സിദ്ധാർത്ഥനെ വിളിച്ചപ്പോൾ സാർ ഇതുവരെ വന്നില്ലെന്നാണ് പറഞ്ഞത്. കാര്യം പറഞ്ഞപ്പോഴും അതിനെക്കുറിച്ചൊന്നും പറയാതെ ഫോൺ വെച്ച് കളഞ്ഞു. ഉത്തരവാദിത്തമില്ലാത്തവരെയൊക്കെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാമോ? അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യാം. എന്നിട്ടും വന്നില്ലെങ്കിൽ പ്രതാപ്ജിയെ വിളിക്കാം. അദ്ദേഹം എന്തെങ്കിലും സൊല്യൂഷൻ കാണാതിരിക്കില്ല. എന്നാൽ അരമണിക്കൂർ തികയുന്നതിന് മുൻപേ നിർമ്മലയുടെ ഫോൺ റിങ് ചെയ്തു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ടതും അവരുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. കാർത്തിക് സാർ. 5 വർഷം കഴിഞ്ഞു ഈ ഓഫീസിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ട്. ഇതുവരെ സാറിൻ്റെ ഫോണിൽ നിന്നും ഒരു കോൾ വഴിതെറ്റി പോലും വന്നിട്ടില്ല. ഇപ്പോൾ എന്തിനായിരിക്കും വിളിക്കുന്നത്? ചിന്തിച്ചിരുന്ന് ലാസ്റ്റ് റിങ്ങിനാണ് നിർമ്മല ചാടിപ്പിടഞ്ഞ് ഫോൺ എടുത്തത്. സാർ, തിരക്കിലാണോ? സാർ പറഞ്ഞോളൂ. എനിക്കൊരു ഉപകാരം ചെയ്യാമോ? കാർത്തി പെട്ടെന്നങ്ങനെ ചോദിച്ചപ്പോൾ നിർമ്മല വല്ലാതെയായി. എന്താ സാർ ഇങ്ങനെ ചോദിക്കുന്നത്? സാർ പറഞ്ഞോളൂ. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്തു തരാൻ എനിക്കൊരു മടിയുമില്ല. അത് പിന്നെ നദി ഹോസ്പിറ്റലിലാണ്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ രാത്രിയിൽ ബൈസ്റ്റാൻഡായി നിൽക്കാമോ? അയ്യോ, ആ കുട്ടിക്ക് എന്തു പറ്റി? ഇന്നലെ ഓഫീസിൽ വെച്ച് ചില അനിഷ്ട സംഭവങ്ങളെല്ലാം ഉണ്ടായി. നിങ്ങളങ്ങോട്ട് വരുന്നതിന് മുൻപ് എൻ്റെ കാറിൻ്റെ ബോണറ്റിലേക്ക് തലയടിച്ചാണ് നദി വീണത്. ഞാൻ എത്തുന്നതിന് മുൻപും എവിടെയെങ്കിലും തലയടിച്ചിരുന്നോ എന്നറിയില്ല. അപ്പോൾ അതായിരുന്നോ ഇന്നലെ ഓഫീസിൽ നിന്നും പോകുന്നവരെ തലവേദനിക്കുന്നെന്ന് പറഞ്ഞിരുന്നത്? മേശപ്പുറത്ത് തലവെച്ചുകൊണ്ട് കിടപ്പായിരുന്നു പോണവരെയും. എന്തായാലും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എത്ര ദിവസമായാലും രാത്രിയിലേക്ക് വരാം. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നിർമ്മലയുടെ സമ്മതം കിട്ടിയതും വരുമ്പോൾ വിളിക്കൂ എന്ന് പറഞ്ഞ് കാർത്തി ഫോൺ വെച്ചു. ഇത്രയും കെയർ കൊടുക്കാൻ മാത്രം ആ കുട്ടിയുമായി സാറിന് എന്താണോ ബന്ധം? വർക്ക് ചെയ്യുന്നതിനിടയിലും നിർമ്മലയുടെ മനസ്സ് നദിയിലും കാർത്തിയിലും കുരുങ്ങിക്കിടന്നു. അപ്പോഴാണ് സൈൻ ചെയ്യേണ്ട ഫയലുകളെക്കുറിച്ച് നിർമ്മല ഓർത്തത്. ഇങ്ങോട്ട് വിളിച്ചപ്പോൾ താനക്കാര്യം മറന്നുപോയല്ലോ. ഇനിയിപ്പോൾ എന്തു ചെയ്യും? അല്ലെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്നതിനെക്കുറിച്ച് ജിയോട് പറയണ്ട. ഓഫീസ് ടൈമിന് മുൻപ് തന്നെ ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നതിനാൽ എന്തായാലും അദ്ദേഹത്തോട് അവതരിപ്പിക്കാതെ ഇരിക്കാൻ പറ്റില്ല. അത് പറയുമ്പോൾ സൈൻ ചെയ്യേണ്ട ഫയലിനെക്കുറിച്ചും പറയാം. ധൃതിയിൽ ചെയ്തു തീർക്കേണ്ടതെല്ലാം തീർത്തതിന് ശേഷം ഫയലുകളെല്ലാം എടുത്ത് നിർമ്മല സത്യപ്രതാപൻ്റെ ക്യാബിനിൽ ചെന്നു. ഉള്ളിലേക്ക് ചെല്ലാൻ അനുമതി കിട്ടിയതും അവർ അകത്തേക്ക് ചെന്നു. നിർമ്മല ഇരിക്കൂ. മുന്നിലെ കസേരയൊന്നിൽ ഇരുന്നതും അവർ ഫയലുകൾ മേശപ്പുറത്തേക്ക് വെച്ചു. കാർത്തിക് സാർ സൈൻ ചെയ്യേണ്ട ഫയലുകളുണ്ട്. ഇന്ന് തന്നെ അതെല്ലാം അതാത് കമ്പനികളിലേക്ക് അയക്കേണ്ടതാണ്. സാർ ഇതുവരെ വന്നില്ലല്ലോ. എന്താണിപ്പോൾ നമ്മൾ ചെയ്യുക? സത്യപ്രതാപൻ ചിന്തയിലാണ്ടു. സിദ്ധാർത്ഥിനോട് പറഞ്ഞില്ലേ? പറഞ്ഞു. അയാൾ സാർ ഇതുവരെ വന്നില്ലെന്ന് മാത്രം പറഞ്ഞു. ജിക്ക് ഒന്ന് വിളിച്ചൂടെ? ചിലപ്പോൾ സാറത് മറന്നുപോയതായിരിക്കും. എനിക്ക് വിളിക്കുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ കാലത്തെ ചിന്തയിൽ അയാൾ പറയാൻ വന്നത് പകുതി വെച്ചു നിർത്തി. കുറച്ചു നേരത്തെ സാർ എന്നെ വിളിച്ചിരുന്നു. ആര്? കാർത്തിയോ?
എന്തിന്? ഇന്നലെ എൻ്റെ അസിസ്റ്റൻ്റായി നിയമിച്ച കുട്ടിയില്ലേ നദി, അവൾക്കെന്തോ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണെന്ന്. രാത്രിയിൽ ബൈസ്റ്റാൻഡായി നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സത്യപ്രതാപൻ്റെ നെറ്റി ചുളിഞ്ഞു. നിർമ്മല എന്തു പറഞ്ഞു? ഞാൻ വരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ രാത്രി ഹോസ്റ്റലിനുള്ളിൽ വെറുതെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഭർത്താവാണെങ്കിൽ നേവിയിൽ, മക്കളോ ഇല്ല. പരസ്പരം ഇഷ്ടപ്പെട്ട് ഒരു ജീവിതം തുടങ്ങിയതുകൊണ്ട് രണ്ടുപേരുടെയും വീട്ടുകാരുമില്ല. പണം മുടക്കി പണിതിട്ട വീട്ടിൽ താമസിക്കാൻ ആരുമില്ല. ആർക്കും ഉപകാരമില്ലാതെ ഇങ്ങനെ ജീവിക്കുകയല്ലേ സർ? ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെന്നെ. ചിരിച്ചും കൊണ്ടാണ് നിർമ്മല പറയുന്നതെങ്കിലും ഉള്ളിലെ വേദന മുഴുവൻ ആ മുഖത്ത് പ്രതിഫലിച്ച് കാണുന്നുണ്ട്. ഞാൻ എന്തായാലും 5 മണിക്ക് ഇറങ്ങും. ഫയലുകളെല്ലാം ചെക്ക് ചെയ്തിട്ട് സിദ്ധാർത്ഥിന് കൊടുക്കൂ. വിവരം സാറിനെ അറിയിക്കുകയും വേണം. നിർമ്മല അവസാനിപ്പിച്ച് എഴുന്നേറ്റു. നിർമ്മല, ഒരു ഹെൽപ്പ് ചെയ്യാമോ? എന്താ ജി? നിർമ്മല തന്നെ കാർത്തിയെ ഒന്ന് വിളിക്കുമോ? ഞങ്ങളിന്ന് കുറച്ച് ഉടക്കിലാണ്. നിർമ്മല ഒന്നും മനസ്സിലാവാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഞാനിതുവരെ സാറിനെ വിളിക്കുകയോ സാർ എന്നെ വിളിക്കുകയോ ഉണ്ടായിട്ടില്ല. പതിവിന് വിപരീതമായി ഇന്ന് കാർത്തി നിർമ്മലയെ വിളിച്ചില്ലേ? എന്നും ഒരുപോലെ ആവേണ്ട ഒരു മാറ്റമൊക്കെ ആവാം. അല്ല, നിങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോൾ ഞാൻ വിളിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും ഞാൻ വിളിക്കാം. നമ്മുടെ കയ്യിലെ പിഴവ് കാരണം കമ്പനിക്ക് നഷ്ടങ്ങളൊന്നും വരരുതല്ലോ. അന്നം തരുന്നതല്ലേ. പിന്നെ നിർമ്മല അവിടെ നിന്നില്ല, തിരിഞ്ഞു നടന്നു. തൻ്റെ റൂമിൽ എത്തിയതിനു ശേഷം അവർ ആദ്യം ചെയ്തത് കാർത്തിയെ വിളിക്കുകയാണ്. ഒരു റിങ്ങിന് അപ്പുറത്തേക്ക് പോയില്ല കാർത്തി കോളെടുക്കാൻ. പറയൂ, വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ വേറെ ആരെയെങ്കിലും നോക്കണോ? ഫോൺ എടുത്തപാടെ അവൻ അങ്ങനെയാണ് ചോദിച്ചത്. ഞാൻ 5 മണിക്ക് ഇറങ്ങും ഓഫീസിൽ നിന്നും. നേരെ ഹോസ്റ്റലിൽ പോയി ഫ്രഷായി ഹോസ്പിറ്റലിലെത്താം. ഞാൻ വിളിച്ചത് ആ കാര്യത്തിനല്ല. പിന്നെ ക്യാഷ് വല്ലതും അത്യാവശ്യമുണ്ടോ? ഇങ്ങോട്ടൊരു സഹായം ചെയ്യുമ്പോൾ അങ്ങോട്ടെന്തെങ്കിലും പ്രതിഫലം ചോദിക്കാനാണ് നിർമ്മല വിളിക്കുന്നത് എന്ന് കാർത്തി കരുതി. സാർ എന്നെ വില കുറച്ച് കാണരുത്. ഞാൻ വിളിച്ചത് ഓഫീസ് സംബന്ധമായി കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. കാർത്തിയുടെ നെറ്റി ചുളിഞ്ഞു. പറയൂ. സാർ, ഇന്ന് സൈൻ ചെയ്യേണ്ട ചില അർജൻറ്റ് ഫയലുകളുണ്ട്. അതെല്ലാം ഇന്ന് തന്നെ ചെക്ക് ചെയ്ത് അയക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രോബ്ലം നേരിടാൻ സാധ്യതയുണ്ട്. എല്ലാ ഫയലും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാർ അതെല്ലാം ചെക്ക് ചെയ്ത് സൈൻ ചെയ്താൽ നമുക്കത് സബ്മിറ്റ് ചെയ്യാം. സിദ്ധാർത്ഥിനോട് പറഞ്ഞില്ലേ? പറഞ്ഞു. സാർ ഇതുവരെ വന്നില്ലെന്ന് മാത്രം പറഞ്ഞു. വിവരം പറഞ്ഞപ്പോൾ മറുപടി പറയാതെ കോൾ കട്ട് ചെയ്തു. അവൻ കനത്തിലൊന്ന് മൂളി. ഫയലുകൾ മാനേജറുടെ ക്യാബിനിൽ കൊടുക്ക്. ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. ശരി സാർ. ഫയലുകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് നിർമ്മല മനഃപൂർവ്വം പറഞ്ഞില്ല. കോൾ അവസാനിപ്പിച്ചതിന് ശേഷം അവർ അടുത്ത ജോലിയിലേക്ക് തിരിഞ്ഞു. സിദ്ധാർത്ഥ് ഇൻസ്റ്റാഗ്രാമിലെ ചിലങ്കയുടെ ID തുറന്നു വെച്ച് അതിലെ ഫോട്ടോയിലൂടെ കണ്ണോടിക്കുകയാണ്. തനിച്ചുള്ള ഫോട്ടോസ് കുറച്ചേയുള്ളൂ. കൂടുതലും കാർത്തിയോടൊപ്പം ഉള്ള ഫോട്ടോസാണ് ചിലങ്ക ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. ബദ്രിക്കൊപ്പമുള്ള ഫോട്ടോസ് അപൂർവമായേ ഉള്ളൂ. ചിലങ്കയെ നോക്കുന്ന സിദ്ധാർത്ഥിൻ്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ അവളോടുള്ള പ്രണയമാണ്. എന്തിൻ്റെ പേരിലായും അവളെ മറ്റാർക്കും കൊടുക്കില്ലെന്ന് വാശിയിലാണ് സിദ്ധാർത്ഥ്. അതിനുവേണ്ടി ഒരു ചീഞ്ഞ കളി കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവനിപ്പോൾ. കുറച്ച് ദിവസങ്ങളായി ഉറക്കമില്ലാത്ത ചിന്തകളാണ്. അതിനുവേണ്ടിയുള്ള ഫോൺ കോളുകളും മുറക്ക് നടക്കുന്നുണ്ട്.
യമുനയുടെ കണ്ണിലൂടെ നോക്കിയാൽ അവളെ സഹായിക്കുകയാണെന്നേ തോന്നാൻ പാടുള്ളൂ. അതിൻ്റെ പേരും പറഞ്ഞ് അവളിൽ നിന്നും പിഴാവുന്നിടത്തോളം പിഴയണമെന്ന് അവൻ മനസ്സിൽ കണക്കുകൂട്ടി. അങ്ങനെ ചിന്തകളിൽ മുഴുകി ഇരിക്കുമ്പോഴാണ് അവൻ്റെ ഫോണിൽ കാർത്തിയുടെ കോൾ വരുന്നത്. പെട്ടെന്ന് ഞെട്ടിപ്പിടിഞ്ഞുകൊണ്ടവൻ കോൾ അറ്റൻഡ് ചെയ്തു. സർ, സിദ്ധാർത്ഥ് എവിടെയാണ്? ഓഫീസിൽ. ഞാനിന്ന് ഓഫീസിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് സിദ്ധാർത്ഥ് അന്വേഷിച്ചിരുന്നോ? സാർ വന്നിട്ടില്ലെന്നറിയാം. സിദ്ധാർത്ഥ് പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. എന്നിട്ട് ഇത്ര നേരമായിട്ടും തൻ്റെ കോളൊന്നും എനിക്ക് വന്നില്ലല്ലോ. അത് പിന്നെ സാറിന് എന്തെങ്കിലും അത്യാവശ്യം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ വരാതിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. അപ്പോൾ 1-2 ദിവസം ഞാൻ വന്നില്ലെങ്കിലും ഓഫീസിലെ കാര്യങ്ങളെല്ലാം നടന്നോളും അല്ലേ? അവൻ്റെ ചോദ്യത്തിൽ ഒരു പരിഹാസത്തിൻ്റെ ധ്വനിയില്ലേ എന്ന് സിദ്ധുവിന് തോന്നാതിരുന്നില്ല. ഇന്ന് രാവിലെ നിർമ്മല സുകുമാരൻ എന്നെ വിളിച്ചിരുന്നോ? അവനൊരു നിമിഷം വെട്ടി വിയർത്തു. അത് പിന്നെ വിളിച്ചോ ഇല്ലയോ? ഒറ്റ വാക്കിൽ മറുപടി തരണം. വിളിച്ചു. അത് അവർ വിളിച്ച കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാൻ നിനക്കെന്നെ വിളിക്കാൻ തോന്നായിരുന്നെന്താ? സർ, നീ എന്തിനാണ് എൻ്റെ പേഴ്സണൽ സെക്രട്ടറി പോസ്റ്റിൽ ഇരിക്കുന്നത്? എനിക്ക് ഈ ജോലി കംഫർട്ടല്ലെങ്കിൽ തുറന്നു പറയണം. പുറത്ത് ഈ പോസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ ഒരുപാടുണ്ട്. ഇനിയും നിൻ്റെ തോന്നിവാസം പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനാണ് നിനക്ക് താല്പര്യമെങ്കിൽ മുന്നറിയിപ്പൊന്നുമില്ലാതെ നിനക്കെതിരെ ആക്ഷൻ എടുക്കും ഞാൻ. കാർത്തിക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു. സർ, ക്ഷമിക്കണം. ഇനി എൻ്റെ കയ്യിൽ നിന്നും തെറ്റൊന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. മാനേജറുടെ റൂമിൽ കുറച്ച് ഫയലുകളുണ്ട്. അതെല്ലാം വാങ്ങി നിൻ്റെ റൂമിൽ വെക്കണം. കൂടാതെ 2 ദിവസത്തിനുള്ളിൽ ജീവ ഗ്രൂപ്പിൻ്റെ കൊടുക്കേണ്ട മെറ്റീരിയൽസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് തന്നെ 10 മണിക്കുള്ളിൽ എനിക്ക് കിട്ടിയിരിക്കണം. ഓക്കെ? സിദ്ധാർത്ഥ് ഞെട്ടിപ്പോയി. ഇത്രയും നേരം വെറുതെ ഇരുന്ന് മനോരാജ്യം കണ്ടതിന് 8ൻ്റെ പണിയാണ് തനിക്ക് കിട്ടിയതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞാൽ ഈ ജോലി തന്നെ പോകാൻ അതൊരു കാരണമാകുമെന്ന് തോന്നിയതിനാൽ സിദ്ധാർത്ഥ് എതിർത്തൊന്നും പറഞ്ഞില്ല. എല്ലാം സമ്മതിച്ചും കൊണ്ട് കാൾ അവസാനിപ്പിച്ചു. നിനക്കുള്ള പണി പാലുവെള്ളത്തിൽ തരുന്നുണ്ട് ഞാൻ. ഫിലിപ്പിൻ്റെ 1-2 വീഡിയോസ് വന്ന് കിടക്കുന്നുണ്ട്. നദിയുടെ കാര്യവുമായി ഹോസ്പിറ്റലിൽപ്പെട്ട് കിടക്കുന്നതിനാൽ അതൊന്നും ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പൊന്നുമോനെ, അവളുമായി ചേർന്ന് എനിക്കെതിരെ എന്തെങ്കിലും ഉടായ്പ് കാണിക്കാനാണ് നിൻ്റെ പ്ലാനെങ്കിൽ പിന്നെ നിനക്ക് കഴുത്തിന് മുകളിൽ തല ഉണ്ടായിരിക്കില്ല. വെട്ടിയരിഞ്ഞ് തള്ളും ഞാൻ രണ്ടിനെ. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.